നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അദിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. കേസിലെ 8 പ്രതികളെ പിടികൂടി. കൊലപാതകം നടന്ന് 12 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടി പോലീസ്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് ബി.ജെ.പി. പ്രവർത്തകരുടെ മാർച്ച്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. വികസന മുരടിപ്പ് ആരോപിച്ചായിരുന്നു മാർച്ച്. മഹാത്മാഗാന്ധിയുടെ ആത്മാവിനെ കീറിമുറിക്കുന്ന രാഷ്ട്രവിരുദ്ധ സമീപനങ്ങളാണ് ഭാരതത്തെ ഇന്ന് വേട്ടയാടുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചറാണി. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ വാർഷിക സമാപന ചടങ്ങുകൾ കൊല്ലത്ത് സമാപിച്ചു. മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡുകൾ മന്ത്രി സമ്മാനിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അദിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി. മുണ്ടക്കയത്തു നിന്നുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 8 പ്രതികളെയാണ് ചവറ പോലീസ് പിടികൂടിയത്. ഗുണ്ടാ നേതാവ് അലുവ അദിലിന്റെ കൊലപാതകത്തിൽ എല്ലാ പ്രതികളെയും ചവറ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. പ്രതികളുടെ വാഹനവും പിടിച്ചെടുത്തു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരെയും പ്രതികൾക്ക് സഹായം നൽകിയ 2 പേരെയുമാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. 4 പ്രതികളെ മുണ്ടക്കയത്തിന് സമീപമുള്ള മുരിക്കുംവയലിൽ നിന്നാണ് രാത്രി 11:30 പിടികൂടിയത്. കരുനാഗപ്പള്ളി സ്വദേശി വിഷ്ണു, കുലശേഖരപുരം സ്വദേശികളായ ഹുസൈൻ, മുഹമ്മദ് ആഷിഖ്, നൌഫൽ എന്നിവരാണ് മുണ്ടക്കയത്ത് നിന്നും പിടിയിലായത്. കൊലപാതകത്തിന് ശേഷം കാറിൽ കൊല്ലത്ത് നിന്നും കടന്നുകളഞ്ഞ 4-അംഗ സംഘം വിവിധ സ്ഥലങ്ങൾ ചുറ്റിത്തിരിഞ്ഞ ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുവാനാണ് മുണ്ടക്കയം ഭാഗത്തേക്ക് വന്നത്. പ്രതികളെ രഹസ്യമായി പിന്തുടർന്ന പോലീസ് കാഞ്ഞിരപ്പള്ളി എരുമേലി റൂട്ടിലെ 26 മൈലിൽ തടയാൻ ശ്രമിച്ചുവെങ്കിലും പിടികൂടാനായില്ല. തുടർന്ന് മുണ്ടക്കയം ഭാഗത്തേക്ക് വന്ന ഇവരെ മുണ്ടക്കയം എരുമേലി റൂട്ടിലെ പുത്തൻചന്തയിൽ വീണ്ടും പിടികൂടാൻ ശ്രമം നടത്തി. പോലീസിനെ വെട്ടിച്ച് എരുമേലി റൂട്ടിലേക്ക് വന്ന ഇവർ മുണ്ടക്കയത്ത് നിന്നും 4 കിലോമീറ്റർ മാറി അമരവതിയിൽ നിന്നും ഗ്രാമപ്രദേശമായ പുഞ്ചവയൽ റൂട്ടിലേക്ക് തിരിഞ്ഞു പോവുകയായിരുന്നു. ഈ റൂട്ടിൽ മുരിക്കുംവയൽ ഗവൺമെന്റ് സ്കൂളിന് സമീപമെത്തി ചെറിയ റോഡിലൂടെ പോകാൻ ശ്രമിക്കുന്നതിനിടെ വണ്ടി റോഡിൽ കുടുങ്ങുകയും വണ്ടി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടുകയായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കരുനാഗപ്പള്ളിയിൽ വെച്ച് വെട്ടിക്കിട്ടിയ അദിലിന് പറഞ്ഞ ആള് തുടർന്ന് മരണപ്പെട്ടതും അതിൽ നമ്മൾ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 316/26 മർഡർ കേസ് രജിസ്റ്റർ ചെയ്തതും പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ ഇവിടെയുള്ള സീനിയർ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ സംഭവത്തിൽ ഉണ്ടായിരുന്ന മെയിൻ അക്യൂസ്ഡ് ആയില്ല 2 പേരെ നമ്മൾ പിടിച്ചു. പ്ലസ് അക്യൂസ്ഡ് ആയിട്ടുള്ള 3 പേരെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇതിലൊരു ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും. സോ ഈ ഗുണ്ടാ ആക്രമണങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. സോ നമ്മൾ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള നടപടികളിലും അന്വേഷണം ആക്ഷനിൽ പങ്കെടുത്ത 2 പേരും അക്യൂസ്ഡ് 2 പേരും പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഉണ്ടായിരുന്ന വണ്ടിയിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ കാര്യവും ഞങ്ങൾ പിടിക്കും. അതിൽ യാതൊരു ഇൻടോളറൻസും കാണിക്കില്ല. സോ ദർ ഇസ് നോ ഇൻടോളറൻസ് ഓൺ ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അദിലിനെ വെട്ടിക്കൊന്നത്. ജിം സന്തോഷ് വധക്കേസിലെ 1-ാം പ്രതിയായിരുന്നു അലുവ അദിൽ. ജാമ്യത്തിലിറങ്ങിയ ശേഷം സ്റ്റേഷനിൽ പോയി മടങ്ങുകയായിരുന്ന അദിലിനെയാണ് കാറിലെത്തിയ 4-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. പൗരാവകാശ പോരാട്ടങ്ങളിലൂടെയും ആയുധങ്ങൾ ഇല്ലാത്ത സമര രീതിയിലൂടെയും മഹാത്മാഗാന്ധി ലോക സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായി മാറിയെന്ന് മന്ത്രി ജെ ചിഞ്ചറാണി. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ വാർഷിക സമാപന ചടങ്ങുകൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മഹാത്മാഗാന്ധിയുടെ ആത്മാവിനെ തന്നെ കീറിമുറിക്കുന്ന രാഷ്ട്രവിരുദ്ധ സമീപനങ്ങൾ ഇന്ന് ഭാരതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഗാന്ധിയൻ പ്രചോദനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു.
പൗരാവകാശ പോരാട്ടങ്ങളിലൂടെയും ആയുധങ്ങളില്ലാത്ത സമാധാനപരമായ ശത്രു സംഹാര സമര രീതിയിലൂടെയും മഹാത്മാഗാന്ധി ലോക സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായി മാറിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. യുദ്ധത്തിന്റെയും അരക്ഷിതാവസ്ഥയുടേതുമായ ഇന്നത്തെ ലോകത്തിൽ മഹാത്മാഗാന്ധിയുടെ സമാധാന പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണെന്നും യുദ്ധവെറിയന്മാർക്കും കൊതിയന്മാർക്കും ഗാന്ധിജിയുടെ ആശയങ്ങൾ പ്രചോദനമാകണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വളരെ സമാധാനപൂർണമായിട്ടുള്ളൊരു സമരമായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരം നമ്മുടെ രാജ്യത്തെമ്പാടും നടത്തുവാൻ. ആ സമരത്തിൽ സ്ത്രീകൾ ഒന്നടങ്കം പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സ്ത്രീ സമൂഹത്തിൽപ്പെട്ട പ്രധാനപ്പെട്ടവർ എല്ലാം തന്നെ ആ സമരത്തിൽ അദ്ദേഹത്തിനോടൊപ്പം പങ്കാളിയായിരുന്നു. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ചർക്ക ഉൾപ്പെടെ അതുൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നെയ്ത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹമൊക്കെ പോയത്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇന്നും അദ്ദേഹം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ മെതിയടി ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഡൽഹിയിൽ ചെന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ മനോഹരമായി അലങ്കരിച്ച് ആര് ചെന്നാലും അതൊക്കെ തുറന്നു കൊടുക്കുവാനും ഇതൊക്കെ കാണുവാനും ഒക്കെയുള്ള അവസരം അത് മഹാത്മജിയെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടി മാത്രം. നമുക്കറിയാം, വട്ടമേശ സമ്മേളനവും മധ്യതല സമ്മേളനങ്ങളും ഒക്കെ പങ്കെടുക്കുവാൻ അതേ കേരളത്തിൽ നിന്ന് പോകുമ്പോഴും ഒരു ഷർട്ട് പോലും ധരിക്കാതെ ദേഹത്തോടു കൂടി ഒരു നല്ല ടവൽ എടുത്ത് ഇങ്ങനെ ചുറ്റിപ്പോകുന്ന, കയ്യിൽ കാലിൽ ഒരു മെതിയടി ഇട്ടുകൊണ്ട് കയ്യിൽ ഒരു പടിയും പിടിച്ച് പോകുന്ന, കണ്ണിലെ ആ പ്രത്യേകതരം കണ്ണട ഉൾപ്പെടെ അദ്ദേഹം ധരിച്ചുകൊണ്ട് പോകുന്നത് നമുക്കിപ്പോഴും നമ്മുടെ മുന്നിൽ ഇത് കാണാൻ സാധിക്കും. നമുക്ക് അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിനെ ഇന്ന് നമ്മുടെ മുന്നിൽ അദ്ദേഹം നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നല്ലതുപോലെ കാണുവാൻ, നമ്മുടെ മനസ്സിനകത്ത് ഇന്ന് കാണുവാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മഹാത്മജി എന്ന് എടുത്തു പറയുവാൻ സാധിക്കും. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് നടന്ന ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ വാർഷിക സമാപന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗാന്ധിയൻ പ്രചോദനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവിക്ക് നൽകി നിർവഹിച്ചു. അക്യുപങ്ചർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സജീവ് മറ്റത്തിൽ, ഡോക്ടർ അരുൺ ഉമ്മൻ, റോയ് ക്രിസ്റ്റി, മേരി ലോപ്പസ്, എം പ്രമോദ്, ആർ രാജേഷ്, പ്രകാശ് സ്വാമികൾ, വി ആർ പ്രകാശൻ, ചന്ദ്രശേഖർജി, സിസ്റ്റർ ആഞ്ചലീന മൈക്കിൾ എന്നിവർ മന്ത്രിയിൽ നിന്നും ഈ വർഷത്തെ മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡുകൾ ഏറ്റുവാങ്ങി. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ എസ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി മുഖ്യാതിഥിയായിരുന്നു. അലക്സാണ്ടർ ജേക്കബ് IPS മുഖ്യപ്രഭാഷണം നടത്തി. ആർ പ്രകാശൻ പിള്ള, ജയദേവൻ നായർ, വിതുര റഷീദ്, ഡോക്ടർ പത്മകുമാർ, ഷീബ റോയ്സ്റ്റൺ, എം രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലുള്ള പോരായ്മ ചൂണ്ടിക്കാട്ടി BJP തയ്യാറാക്കിയ കുറ്റപത്രം കൈമാറുന്നതിനായാണ് മാർച്ച് നടത്തിയത്. കല്ലങ്കടവിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസ് വടിക്കൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ഗണേഷ് കുമാർ MLA-യുടെ കടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ മാർച്ച് ഇതാ KB ഗണേഷ് കുമാർ MLA-യുടെ വസതിയിലേക്ക് എത്തിച്ചേരുകയാണ്. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലുള്ള പോരായ്മ ചൂണ്ടിക്കാട്ടി BJP തയ്യാറാക്കിയ കുറ്റപത്രം കൈമാറുന്നതിനായാണ് BJPയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലെ വീഴ്ച, താലൂക്ക് ആശുപത്രിയുടെ ദുരവസ്ഥ, പുന്നല, കറവൂർ, അലിമുക്ക്, പള്ളിമുക്ക്, ഏനാത്ത് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകൽ, ഗ്രാമീണ റോഡുകളുടെ തകർച്ച, പട്ടാഴി പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാതിരിക്കൽ എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു കുറ്റപത്രം തയ്യാറാക്കിയത്. കല്ലങ്കടവിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള മന്ത്രിയാണ് ഗണേശൻ. ഗണേശൻ എങ്ങനെയാ മന്ത്രിപദത്തിലെത്തിയത്? ഗണേശനെ കുറിച്ച് പറയുമ്പോൾ സരിതയെ കുറിച്ച് ഞാൻ പാവം സരിത എന്നേ പറയുള്ളൂ. ആ സ്ത്രീയെ കുറിച്ച് പറയണ്ടേ? ആ സ്ത്രീയെ ഉപയോഗിച്ചിട്ടല്ലേ ഗണേശൻ വഴി ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയത്?
ആ സ്ത്രീയെ വിലക്കെടുത്തുകൊണ്ടല്ലേ ഗണേശൻ ഇന്ന് ഈ മന്ത്രിപദത്തിൽ വിരാജിക്കുന്നത്? എന്തുകൊണ്ടാണ് ഗണേശനെതിരെ കംപ്ലൈന്റ് ചെന്നിട്ട് 112 ഭാര്യ വിളിച്ചിട്ടും പോലീസ് എത്താതിരുന്നത്? അവര് പറയുന്നു പോലീസ് മുറ്റത്ത് വന്നത് കണ്ടതാ. പക്ഷെ തിരിച്ച് ഞാൻ പെട്ടിയും പ്രമാണവും ഒക്കെയായി ഇറങ്ങി വരുമ്പോൾ പോലീസ് മുറ്റത്തില്ല. എന്ത് സംഭവിച്ചു? നിമിഷ നേരം കൊണ്ട് ഇവിടുത്തെ പോലീസിന്. അപ്പോ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ആരെയാണ് പിന്താങ്ങുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്? ആഭ്യന്തരമന്ത്രി പിന്താങ്ങുന്നത് ഈ ഗണേശനെയും. ഈ കൊല്ലത്ത് തന്നെ മറ്റൊരു അവതാരമുണ്ടല്ലോ, ഉത്തമ പുരുഷന് ഉദാഹരണമായിട്ടുള്ള ശ്രീ മുകേഷിനെയും. ഇവിടുത്തെ രാജാവായിട്ടുള്ള പിണറായി വിജയൻ ഇടവും വലവും ഈ രണ്ട് കാമവര്യന്മാരെ നിർത്തിക്കൊണ്ടാണ് ഭരിക്കുന്നത്. നിയോജക മണ്ഡലം ഇൻചാർജ് ഉമേഷ് ബാബു, സംസ്ഥാന പ്രഭാരി റെജി ഇടമൺ, AR അരുൺ, സംസ്ഥാന കമ്മിറ്റി അംഗം സുഭാഷ് പട്ടാഴി, PK ജിതിൻലാൽ, N സദാശിവൻ, ഗിരീഷ് ഇളമ്പൽ, നിതീഷ് സാമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈഗോയും സ്വാർത്ഥതയുമാണ് വാഹന അപകടങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരം ഗാന്ധി ഭവനിൽ അനുവദിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് റിസർച്ച് സബ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സെന്ററിലെത്തിയ ആദ്യ ബാച്ച് ഉദ്യോഗാർത്ഥികൾക്ക് മന്ത്രി ക്ലാസ് എടുത്തു. ഞാൻ ആദ്യം പോകും, ഞാൻ ഏറ്റവും സ്പീഡിൽ പോകുന്നയാളാണ്, എനിക്ക് ആദ്യം എത്തണമെന്ന ഈഗോയും ഞാൻ മാത്രം പോയാൽ മതിയെന്ന സ്വാർത്ഥതയുമാണ് വാഹന അപകടങ്ങൾക്ക് കൂടുതലും കാരണമാകുന്നതെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഗതാഗത വകുപ്പ് പത്തനാപുരം ഗാന്ധി ഭവനിൽ അനുവദിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് റിസർച്ച് സബ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രൈവിംഗിന്റെ ബാലപാഠങ്ങളും തെറ്റുകളും തിരുത്താമെന്നതിലുപരി വ്യക്തിയെ കൂടി തിരുത്താൻ ഗാന്ധിഭവന് കഴിയുമെന്നും അതുകൊണ്ടാണ് ഗാന്ധിഭവനെ തന്നെ ഈ പദ്ധതിക്കായി തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഈ വാഹന അപകടം എന്ന് എന്നോട് ഒറ്റ വാക്കി ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ഡ്രൈവറുടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡ്രൈവറുടെ എക്സ്പീരിയൻസ് കുറവ്, അറിവില്ലായ്മ, വ്യാജ ഗുണമില്ലാത്ത ലൈസൻസ് ഉപയോഗിക്കുന്ന ഒന്നാമത്തെ കാര്യം. 2, മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും വണ്ടി ഓടിക്കുന്ന രണ്ടാമത്തെ കാര്യം. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. 2 കാര്യങ്ങൾ കൂടി ഉണ്ട്. ഒന്ന്, ഈഗോ. ഞാൻ ആദ്യം പോകും എന്ന, എൻ്റെ വണ്ടി എല്ലാവരും കാലം മുമ്പേ പോകും, ഞാൻ ഏറ്റവും സ്പീഡിൽ പോകുന്ന ആളാണ്, എനിക്ക് ആദ്യം പോകണം എന്ന. നാലാമത്തത് വളരെ മോശപ്പെട്ട ഒരു സാധനമാണ് സ്വാർത്ഥതയാണ്. ഞാൻ മാത്രം പോയാൽ മതി. റോഡിൽ പോകുന്ന പാവങ്ങളെ ഇടിച്ചിട്ടാൽ എലി പോകില്ലല്ലോ എന്നുള്ള സമാധാനമാണ് പറയുന്നത്. കാരണം ഇടിച്ചു വേണം കൊന്നാലും ആക്സിഡന്റിൽ എലി പോകാറില്ല. സെന്ററിലെത്തിയ ആദ്യ ബാച്ച് ഉദ്യോഗാർത്ഥികൾക്ക് മന്ത്രി ക്ലാസ് എടുത്തു. IDTR സബ് സെന്ററിന് ആവശ്യമായ ക്ലാസ് മുറികൾ, വാഹന മാതൃകകൾ, സൈൻ ബോർഡുകൾ, കൗൺസിലിംഗ് സിസ്റ്റം എന്നിവ ഗാന്ധിഭവനിൽ പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. പരിശീലിപ്പിക്കാൻ ഉദ്യോഗസ്ഥരുമുണ്ടാകും. ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചകിലം അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ സ്വാഗതം പറഞ്ഞു. കൊല്ലം RTO AK ദിലു, ഗാന്ധിഭവൻ അസിസ്റ്റന്റ് സെക്രട്ടറി G ഭുവനചന്ദ്രൻ, മാനേജിംഗ് ഡയറക്ടർ B ശശികുമാർ, CEO ഡോക്ടർ വിൻസെന്റ് ഡാനിയേൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B മോഹനൻ, ട്രസ്റ്റി പ്രസന്ന രാജൻ, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ, ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഷാഹിദ കമാൽ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊല്ലത്ത് റൂട്ട് മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് കേന്ദ്ര സായുധ സേനയും കൊല്ലം സിറ്റി പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തിയത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് കൊല്ലം സിറ്റി പോലീസും കേന്ദ്ര സായുധ സേന വിഭാഗവും സംയുക്തമായി നഗരത്തിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്.
ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലെ സേനാംഗങ്ങളും റൂട്ട് മാർച്ചിൽ അണിനിരന്നു. ജില്ലാ സായുധ ക്യാമ്പിൽ നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ചിൽ വി പാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചുറ്റി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. തുടർന്ന് KSRTC ബസ് സ്റ്റാൻഡിലെത്തി ചിന്നക്കട നഗരം ചുറ്റി കൊല്ലം ബീച്ചിൽ സമാപിച്ചു. ജില്ലാ പോലീസ് മേധാവി ഹേമലതയുടെ നേതൃത്വത്തിൽ അഡീഷണൽ SP ദിനിൽ, കൊല്ലം ACP രാജേഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് ACP ജോസ് ഫിലിപ്പ്, അസിസ്റ്റന്റ് കമാൻഡർ V നയൻവാർ തുടങ്ങിയവർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് പ്രിന്റിംഗ് പ്രസിന്റെയും ബഹുനില കെട്ടിടത്തിന്റെയും പ്രവർത്തന ഉദ്ഘാടനമാണ് അഞ്ചൽ ചീപ്പുവയലിൽ നടത്തിയത്. ഗവൺമെന്റ് പ്രിന്റിംഗ് പ്രസിന്റെയും ട്രെയിനിംഗ് സെന്ററിന്റെയും ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് അഞ്ചൽ ചീപ്പുവയലിൽ നടന്നത്. PS സുബാൽ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സിയാറ്റിന്റെ ഒരു പുതിയ സംരംഭം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സിയാറ്റിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പേരെന്ന് പറയുന്നത് ആഡിയോ വിഷ്വൽ ആൻഡ് റിപ്പോർട്ടോഗ്രാഫിക് സെന്റർ. അഞ്ചലിൽ 96 ഞാൻ MLA ആയിരിക്കുന്ന അവസരത്തിൽ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം എന്നുള്ള തരത്തിൽ ആഡിയോ വിഷ്വൽ ആൻഡ് റിപ്പോർട്ടോഗ്രാഫിക് സെന്ററിന്റെ ഒരു ബ്രാഞ്ചിന്റെ പ്രവർത്തനം ആരംഭിക്കും. അത് നിരവധി പേർക്ക് തൊഴിൽ ലഭ്യമാകുന്ന ഒരു സംവിധാനമായി. എന്നാൽ പിന്നീട് അത് സാമ്പത്തികമായി സംസ്ഥാനത്ത് ആഡിയോ വിഷ്വൽ ആൻഡ് റിപ്പോർട്ടോഗ്രാഫിക് സെന്റർ ഒരുപാട് പ്രയാസം നേരിട്ട അവസരത്തിൽ അഞ്ചലിലെ സെന്റർ ഉൾപ്പെടെ പിന്നീട് അത് അടച്ചുപൂട്ടുന്ന നിലയിൽ. പിന്നീടാണ് സിയാറ്റ് എന്ന നിലയിൽ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അന്ന് ആഡിയോ വിഷ്വൽ ആൻഡ് റിപ്പോർട്ടോഗ്രാഫിക് സെന്ററിന്റെ ബ്രാഞ്ച് അഞ്ചലിൽ പ്രവർത്തനം നടക്കുന്ന അവസരത്തിൽ ലെനു ഇരുന്ന് ചിരിക്കുന്നില്ല. ലെനു ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ അറിയാവുന്ന ആളായതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളിലൊക്കെ നിലനിർത്ത ആളാണല്ലോ. അതുകൊണ്ടാണ് വളരെ ഗൂഢമായ ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അന്നത്തെ MPയോട് നമ്മൾ ആവശ്യപ്പെട്ടു ഇവിടെ സ്ഥിരമായി ആ സ്ഥാപനം അത് വാടകയ്ക്ക് കെട്ടിടത്തിലാണ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിമോൾ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജ്യോതി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി, പഞ്ചായത്ത് അംഗങ്ങളായ ജാസ്മിൻ മഞ്ചൂർ, അംബിക, രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് മാർച്ച് നടത്തി. പാചകവാതക ലഭ്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ച്. പാചകവാതക ലഭ്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള മഹിളാ സംഘം കൊല്ലം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. MN സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം R വിജയകുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തൊഴിലാളികളുടെ പണിയെടുത്ത് പല സ്ഥാപനങ്ങളിലായിട്ട് ഹോട്ടലുകളിൽ പണിയെടുക്കുന്നവരെല്ലാം പണി പോകും. അവരെല്ലാം തീരുമാനിച്ച് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ആശങ്കയിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. വളരെ ഗുരുതരമായ ഇപ്പോൾ പറയുന്ന പോലെ കമേഴ്ഷ്യൽ ഗ്യാസിന് പ്രശ്നമൊന്നുമില്ല, വിതരണം ചെയ്തു തുടങ്ങിയെന്നാണ് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം അതിൻ്റെ കൂടെ പറഞ്ഞു, നിലവിൽ കൊടുത്തോണ്ടിരുന്നതിൻ്റെ 5-1 മാത്രമേ കൊടുക്കാൻ പറ്റൂ. അവർ ദിവസം പാചകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണം 5-1 കഴിച്ചാൽ തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഒരു ജനങ്ങളുടെ കാര്യത്തിൽ ഉത്കണ്ഠയില്ലായ്മയാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള LPG ഗ്യാസ് ഇറക്കുന്നത് 90%, 62% നമ്മൾ ഇറക്കുന്നത് ചെയ്യുന്നതാണ് LPG ഗ്യാസ്. LPG അതിന് ഏതാണ്ട് 90% വരുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അവിടെയാണ് ഇപ്പോൾ ഇറാൻ യുദ്ധത്തിന് ഫലമായിട്ട് NFIW കൊല്ലം മണ്ഡലം വൈസ് പ്രസിഡന്റ് P മഞ്ജു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ചിന്തായൽ സജിത്ത്, CPI കൊല്ലം ജില്ലാ സെക്രട്ടറി A രാജീവ്, ജില്ലാ കൗൺസിൽ അംഗം വിനിത വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് ജൂലൈ 12 നടക്കുന്ന ദേശിങ്ങനാട് ബാക്ക് വാട്ടേഴ്സ് മാരത്തോണിൽ പങ്കെടുക്കുന്നവർ രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബാണ് സംഘാടകർ. കൊല്ലം കിംസ് ഹെൽത്ത് ടൈറ്റിൽ സ്പോൺസറായി എത്തുന്ന DBMന്റെ 5ാമത് എഡിഷനാണ്
കിംസ് ഹെൽത്ത് DBM എന്ന പേരിൽ ജൂലൈ 12 നടക്കുന്നത്. സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തു വന്നാലും മാനസിക ധൈര്യം കൈവിടരുത് എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന എറൈസ് എവേക്ക് എലൈൻ യുവർ മൈൻഡ് എന്ന പ്രഖ്യാപനം ഉയർത്തിയാണ് കിംസ് ഹെൽത്ത് DBM എഡിഷൻ 5 ആശ്രാമത്ത് സംഘടിപ്പിക്കുന്നത്. 5000-ലധികം മാരത്തോൺ പ്രേമികൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. 21.1 കിലോമീറ്ററുള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫാമിലി റൺ എന്നീ ഇനങ്ങളിൽ വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ ഓട്ടക്കാർക്കും മെഡൽ, സർട്ടിഫിക്കറ്റ് എന്നിവ നൽകും. ആദ്യ 3 സ്ഥാനങ്ങളിലായി എത്തുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള 48 പേർക്ക് ക്യാഷ് പ്രൈസും സമ്മാനിക്കുമെന്ന് ഭാരവാഹികളായ ഡോക്ടർ പ്രിൻസ്, അഡ്വക്കേറ്റ് വിജയരാജ്, ഡോക്ടർ എബ്രഹാം ജെറോം, പ്രവീൺ PK, രാജു രാഘവൻ, ഉണ്ണികൃഷ്ണൻ CL എന്നിവർ കൊല്ലത്ത് അറിയിച്ചു. മാരത്തോണിൽ പങ്കെടുക്കുന്നവർ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യണമെന്നും സംഘാടകർ അറിയിച്ചു. നിലവിൽ 285 മെമ്പർമാരാണ് സോൾസ് ഓഫ് കൊല്ലത്തിനുള്ളത്. 2022 മുതൽ ദേശീയനാട് ബാക്ക് വാട്ടർ മാരത്തോൺ എന്ന പേരിൽ ഒരു ഇന്റർനാഷണൽ നോംസ് എല്ലാം അനുസരിച്ച് 21 കിലോമീറ്ററും 10 കിലോമീറ്ററും ഓരോരുത്തരുടെയും സ്പീഡ് മെഷർ ചെയ്യുന്ന തരത്തിൽ ചിപ്പുകൾ വെച്ചും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ എല്ലാ തരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു മാരത്തോണാണ്. ഇതിനോടകം തന്നെ വിദേശത്തും മറ്റുള്ള സംസ്ഥാനങ്ങളിലും കേരളത്തിലാകമാനം സോൾസ് ഓഫ് കൊല്ലത്തിൻ്റെ DBM നല്ലൊരു മാരത്തോൺ ആണ്, നല്ല സംഘാടക മികവിൽ മികച്ചു നിൽക്കുന്ന ഒരു മാരത്തോൺ ആണെന്ന പേര് ഇതിനോടകം തന്നെ കായിക ലോകത്ത് പ്രത്യേകിച്ചും പ്രൊഫഷണൽ മാരത്തോൺ ചെയ്യുന്നവർക്കിടയിൽ അഭിപ്രായമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഡോക്ടർ VV വേലിക്കുട്ടിയാരയൻ മെമ്മോറിയൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളിന്റെ 1ാം ഘട്ട നിർമ്മാണോദ്ഘാടനം നടത്തി. 75 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. 3.70 കോടി രൂപയാണ് സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. ഡോക്ടർ VVV KAM GRF THSന്റെ 1ാം ഘട്ട നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത്. സ്കൂൾ ഹോസ്റ്റൽ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിനായുള്ള ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർവഹിച്ചു. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ PI ഷെയ്ഖ് പരീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ SR സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ P സോമരാജൻ, ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ത്രിദീപ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. M ശോഭന, അസ്ലം J, സുനീഷ് കുമാർ, അഭിലാഷ് S തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അദിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. കേസിലെ 8 പ്രതികളെ പിടികൂടി. കൊലപാതകം നടന്ന് 12 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടി പോലീസ്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് BJP പ്രവർത്തകരുടെ മാർച്ച്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. വികസന മുരടിപ്പ് ആരോപിച്ചായിരുന്നു മാർച്ച്. മഹാത്മാഗാന്ധിയുടെ ആത്മാവിനെ കീറിമുറിക്കുന്ന രാഷ്ട്രവിരുദ്ധ സമീപനങ്ങളാണ് ഭാരതത്തെ ഇന്ന് വേട്ടയാടുന്നതെന്ന് മന്ത്രി J ചിഞ്ചറാണി. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ വാർഷിക സമാപന ചടങ്ങുകൾ കൊല്ലത്ത് സമാപിച്ചു. മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡുകൾ മന്ത്രി സമ്മാനിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.